എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ നമുക്ക് പരസ്പരം മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വേറെ പിരിഞ്ഞിട്ടുമുണ്ട്. കാരണം ആ പുള്ളിക്കാരി ഇപ്പോൾ വേറൊരു കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നുമുണ്ട്. നമ്മുടെ മോളുടെ കാര്യത്തിന് നമ്മൾ നല്ലപോലെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പാസ്റ്റിൽ നടന്ന കാര്യം എനിക്കിവിടെ പറയേണ്ട ആവശ്യമില്ല. കാരണം പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് ഞാൻ കാരണം ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ അങ്ങനെ പറയില്ല, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട് എനിക്കത് ക്ലാരിറ്റി വരുത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയണത് തന്നെ. കൊച്ചിൻ്റെ ഫോട്ടോസ് ഞാൻ മാറ്റാൻ പറഞ്ഞാണ്. കാരണം നാളെ മുതൽ തമ്മയിൽ കുഞ്ഞിൻ്റെ ഫോട്ടോ വരെ ഞങ്ങൾക്ക് ആർക്കും ഒരു ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. കാരണം സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത, അല്ലെങ്കിൽ ലൈക്ക് ആ ഒരു പ്രായത്തിൽ കുഞ്ഞിൻ്റെ ഫോട്ടോസ് വരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എൻ്റെ പേഴ്സണൽ ലൈഫ് എന്തുകൊണ്ട് പാസ്റ്റ് ലൈഫ് ഞാൻ ഈ പുള്ളിക്കാരൻ്റെ അടുത്താണ്. ഹായ് ഗൈസ്, ദിസ് ഈസ് വിഷ്ണു, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു, പുള്ളി മുമ്പ് മാരീഡ് ആയിരുന്നു, ഇപ്പം ഡിവോഴ്സ് അവളെ കാര്യം ഇതാണ് എന്ന് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുള്ളിക്കാരൻ്റെ ലൈഫിൽ റിയാക്ഷൻ ചെയ്യണ ഒരാളും അല്ല. ഞാൻ പുള്ളിക്കാരൻ്റെ ലൈഫിൽ ഡിക്റ്റേറ്റീവ് അല്ല. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് അങ്ങോട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അല്ലാതെ ഇയാളുടെ മുറിവിൽ ആസിഡ് കോരി കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ മുറിവുകളിൽ മരുന്നാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.